നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വാർത്ത പ്രവാസികളെ സംബന്ധിച്ച് കൂടുതലൊക്കെ ചർച്ചയായി മാറിയത് യമനിൽ വധശിക്ഷയ്ക്ക് കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അതായത് ഏത് നിമിഷവും, ഈദ് കഴിഞ്ഞാൽ ഏത് നിമിഷവും വധശിക്ഷ ഉണ്ടാകും എന്നൊക്കെ തരത്തില് ഒരു സന്ദേശമൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംബന്ധിച്ച് പല ചർച്ചകളും പല കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ്. റിയാദിലെ ഇന്ത്യൻ എംബസി ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ എന്താണ്? ഇതിപ്പം ഈ സന്ദേശം വന്നിട്ട് 2 ദിവസമായി. അതായത് നിമിഷപ്രിയ തന്നെ ഒരു വോയിസ് മെസ്സേജ് ഇവിടുത്തെ കേരളത്തിലുള്ള നിമിഷപ്രിയയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അസോസിയേഷന് അയച്ചു കൊടുക്കുമായിരുന്നു. അതിൽ പറയുന്നത് തന്നെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്, വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്നത് തീർത്ത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എപ്പോ വേണമെങ്കിലും വധശിക്ഷ ഉണ്ടായേക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വക്കീല് നിമിഷപ്രിയയെ ആ കോടതിയിൽ ആ ജയിലിൽ എത്തി കണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം നിമിഷപ്രിയയുടെ ഈ വോയിസ് സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായോ ഇല്ലയോ എന്നത് വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതായത് ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് ഈ ടെൻഷൻ കൊണ്ട് നിമിഷപ്രിയ തന്നെ പറയുന്ന കാര്യമായിരിക്കാം. അതല്ല എങ്കിൽ ഇതിനൊരു ഔദ്യോഗിക തീരുമാനം വേണ്ടതുണ്ട്. അപ്പം ഈ ഔദ്യോഗിക തീരുമാനം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ ഇന്ത്യൻ എംബസി എന്നുള്ള ഒരു ഉത്തരം കിട്ടുന്നത്. പക്ഷെ ഇന്ത്യൻ എംബസിയുമായിട്ട് കേരളത്തിലുള്ള പല മാധ്യമ പ്രവർത്തകരും ബന്ധപ്പെടുമ്പോൾ ഇതിൽ പ്രതികരിക്കാൻ സമയമായിട്ടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോ വന്നിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ശിക്ഷ നടപ്പിലാക്കാൻ പോകുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അതിന് മറുപടി ഇല്ല. ഇപ്പോ എല്ലാവരും ഈദ് ആഘോഷത്തിലാണ്. ആ ഒരു ആഘോഷത്തില് എല്ലാ സ്ഥലങ്ങളിലും അവധിയാണ്. ആ അവധി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനൊരു മറുപടി നൽകാൻ പറ്റുള്ളൂ എന്ന് ഇന്ത്യൻ എംബസി പറയുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ എംബസി ഇങ്ങനെ ഒരു മറുപടി നൽകുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നാട്ടിലുള്ള എല്ലാവർക്കും ആശങ്ക കൂടുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു പെട്ടെന്നൊരു അറിയിപ്പ് പുറത്തു വന്നിരുന്നു. അതായത് അവിടെയുള്ള ആളുകൾ നിയമലംഘനവും മറ്റും പ്രശ്നങ്ങളിലൊക്കെ ജയിലായിട്ടുള്ള നിരവധി ആളുകൾ, ഏകദേശം 78ഓളം ആളുകളെ അവര് വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നുള്ള ഒരു വാർത്തയെ പുറത്തു വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ നിരവധി ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ കാര്യം അറിയുന്നത്. ഇന്ത്യൻ എംബസി പോലും ആ കാര്യം സ്ഥിരീകരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിമിഷപ്രിയയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാത്ത പക്ഷം ഇനി എന്താകും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എങ്ങനെയെങ്കിലും നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഫർദർ അവിടെയുള്ള കാര്യങ്ങൾ അറിയാതെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ഒരു ആശങ്ക ഇവിടെയുള്ളവർക്കുണ്ട്. ഇനി അതുമല്ല, ഈ പറയുന്നത് പോലെ ഇനിയിപ്പം നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതിനു ശേഷമാണോ ഇക്കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളൊരു ഭയം കൂടെയുണ്ട്. എന്തായാലും ഇപ്പോ ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പൊ അവിടെയുള്ള എല്ലാ അതോറിറ്റീസും ലീവിലാണ് എന്ന് തന്നെയാണ് പറയുന്നത്. വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നിശ്ചയിച്ചെന്ന് യമനിൽ നിന്ന് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ തന്നെയാണ് നിമിഷപ്രിയ തന്നെയാണ് ആ ഒരു സന്ദേശം ആക്ഷൻ കൗൺസിലിന്, അതായത് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കൗൺസിലിലെ ഒരു അംഗത്തിന് നൽകിയത്. വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്ന് വനിതാ അഭിഭാഷകയായ നിമിഷപ്രിയയെ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം നൽകിയതെന്നും നിമിഷപ്രിയ ആ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്. യമനിലെ ജയിലിലേക്ക് ഫോൺ ചെയ്താണ് ഈ അഭിഭാഷക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നൊക്കെയാണ് ഈ വോയിസ് മെസ്സേജിൽ നിമിഷപ്രിയ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇല്ല, അഭിഭാഷക എന്ന് മാത്രമേ ആ വോയിസ് മെസ്സേജിൽ പറയുന്നുള്ളൂ. ഇനിയിപ്പോ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്? ഇപ്പം നോർമലി ഒരു വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കലാണ്. ഒരു പക്ഷേ ഈ ഒരു കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഒരു സംശയമാണ്. ഇനിയിപ്പം വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ട് മുമ്പാണ് നിമിഷപ്രിയ ഈ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഒരു പക്ഷെ
താൻ മരിക്കാൻ പോവുകയാണെന്ന് വീട്ടുകാർക്കൊരു ഹിന്റ് കൊടുക്കാൻ വേണ്ടി നിമിഷപ്രിയ എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, മരണം മുന്നിൽ കാണാൻ. അല്ല, അതിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും എന്നോട് സഹതാപത്തോടു കൂടിയാണ് പെരുമാറുന്നത്, എന്താണ് ഇത് എന്ന് നിമിഷപ്രിയ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അത്തരത്തിലൊരു ഹിന്റ് തന്നെ ആയിരിക്കും, ഹിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിമിഷപ്രിയ ഇങ്ങനെ ഒരു വോയിസ് അയച്ചത് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട്. എന്തായാലും പെരുന്നാളിന് ശേഷമാണ് വധശിക്ഷ നടപ്പിലാക്കാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള അവിടെയുള്ള പ്രവാസികളിൽ പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും പെരുന്നാളിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പറയുന്നുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത്. പൊതുവെ നിമിഷപ്രിയയുടെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തലാൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിട്ടാണ് നിമിഷപ്രിയ ഈ ഒരു കേസിൽ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരു നാട്ടിലെ ഒരു പുരുഷൻ, നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീ, ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ പലരും അത് അവിഹിതമാണ് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു അവിഹിതമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നിമിഷപ്രിയ ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നത്, യമനിലേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അതും ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഈ ഭർത്താവും നിമിഷപ്രിയയും കൂടെ പോകുന്നു, അവിടെ ജോലിക്ക് കയറുന്നു. അല്ല, 2002 നിമിഷപ്രിയ ആദ്യം അവിടെ എത്തിയത്. അതിനുശേഷമാണ് ഈ പറയുന്ന കല്യാണം നടക്കുന്നു, പിന്നെ അവിടെ കല്യാണം നടന്നതിന് ശേഷം ഇവര് രണ്ടുപേരും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് പോയതിനു ശേഷം ഈ തലാലിനെ ആയിട്ട് ഇവര് സൗഹൃദത്തിലാകുന്നു. അതിനുശേഷം അവിടെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പൗരനായിട്ട് സഹകരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അവിടുത്തെ ലൈസൻസിനെ കൂടുതൽ ഈ പറയുന്ന ഒരു തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹായം അവർക്ക് ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് തലാലുമായിട്ട് സൗഹൃദത്തിലാകുന്നത്. സൗഹൃദത്തിലാകുന്നത് എന്നതിന് ഉപരി ഇതിനു മുമ്പേ അവര് സൗഹൃദത്തിലായിരുന്നു. പിന്നെ സൗഹൃദത്തിലായപ്പോ എന്തായാലും ഈ ഒരു സൗഹൃദം പരസ്പരം സഹായത്തിന്റെ രീതിയിലാണ് ഇവര് 3 പേരും കൂടെ യോജിച്ച ഒരു തീരുമാനം എടുക്കുന്നത്. ഈ ഒരു ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവര് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനിച്ച് ക്ലിനിക്കൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. ഇതിനിടയിലാണ് യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെയുള്ള ഈ ഒരു ക്ലിനിക്കിന്റെ അധികാരം അത് ആ പയ്യൻ തന്നെ ഏറ്റെടുക്കുന്നതും പിന്നീട് നിമിഷപ്രിയയെ വല്ലാതെ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്നതും. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാലാണ് നിമിഷയും ഭർത്താവും വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അതിനുശേഷം പ്രിയ മാത്രം തിരിച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴും ഇയാൾക്ക്, അതായത് നിമിഷപ്രിയയുടെ ഭർത്താവിനൊരു വിശ്വാസമുണ്ട്, ഈ തലാൽ എന്ന് പറയുന്ന ആള് ചതിക്കില്ല, കൂടെ നിൽക്കും എന്നുള്ളത്. ആ ഒറ്റ വിശ്വാസത്തിലാണ് ഈ നിമിഷപ്രിയ ആ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷെ കൂടെ ഈ ഭർത്താവ് ഇല്ല എന്നത് കൂടെ മനസ്സിലാക്കിയത് കൂടെ അയാൾക്കൊരു അയാൾക്കൊരു പ്രയോറിറ്റി അല്ല, എന്താണ് ഒരു ആധിപത്യം സ്ഥാപിക്കൽ മൈൻഡിലേക്ക് എത്തിയതാണ്. തലാൽ അവിടെ പറഞ്ഞിരുന്നത് നിമിഷപ്രിയ അയാളുടെ ഭാര്യയാണെന്നാണ്. നിർബന്ധമായിട്ടും വിവാഹം ചെയ്യിച്ചിരുന്നു. പറഞ്ഞിരുന്നു മാത്രമല്ല, ഇയാൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് നിർബന്ധമായിട്ടും അയാളെ വിവാഹം ചെയ്യിക്കുന്നു. പിന്നെ അതിന്റെ പേരിൽ ലൈംഗികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ചൂഷണം നേരിട്ട് സഹിക്ക വയ്യാതെയാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയ അവിടുന്ന് തിരിച്ചു വരാനുള്ള പ്ലാനുകൾ ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഒരു കൊലപാതകം കൊലപാതകം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഈ പറയുന്നത് പോലെ ഈ തലാൽ എന്ന് പറയുന്ന പയ്യനെ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ വെട്ടിനുറുക്കി ഒരു കൊലപാതകം ചെയ്യുന്നു എന്നതൊക്കെ പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കണം. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു നാട്ടിലെ മറ്റൊരു മനുഷ്യനെ വിശ്വസിച്ച് ഈ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ നിമിഷപ്രിയ അവിടെ ഏൽപ്പിച്ചു വന്നതാണ്. പക്ഷെ നിർഭാഗ്യകരമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇപ്പോ ഇത്രയും വർഷം നിമിഷപ്രിയയ്ക്ക് ജയിൽവാസം നൽകിയത്. ഇവിടെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത സാഹചര്യം എപ്പോഴും നിമിഷപ്രിയ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ കാത്തിരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഈ പറയുന്നത് പോലെ റഹീമിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട്, വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് റഹീമിന്റെ വിഷയം ചർച്ചയായ സമയത്താണ് യമനിലും ഇതുപോലൊരു സ്ത്രീ ഉണ്ട്, അവളെയും രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു തുടങ്ങിയത്. ഇതിനുശേഷമാണ് ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതും ഇടപെടുന്നതും ഒക്കെ. $40,000 നിമിഷപ്രിയ
നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അവിടെയുള്ള പ്രവാസികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയിൽ നിന്നെടുത്തിട്ടുള്ള $40,000 ഇത് ഈ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര നിലപാടായിട്ട് അറിയിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ എംബസി മറുപടി പറയുന്നില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പം എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് ഇന്ത്യൻ എംബസി ഇതിലൊരു ഇടപെടാത്തത് അല്ലെങ്കിൽ മറുപടി പറയാത്തത്? കാരണം ഇന്ത്യയിലുള്ള ഒരാളുടെ സംരക്ഷണം എന്ത് തെറ്റാണെങ്കിലും അവരെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കണം എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണല്ലോ. ആ ഒരു ചോദ്യത്തിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കിടക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യൻ എംബസിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നിമിഷപ്രിയയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ തലാലിന്റെ ബന്ധുക്കളും തമ്മിൽ കൃത്യമായിട്ട് അവര് തമ്മിലുള്ള തീരുമാനമാണ്. അതോറിറ്റീസിന്റെ ഉത്തരവാദിത്വം ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞ മട്ടാണ്. യമനിലാണെങ്കിലും അതെ, ഇന്ത്യയിലാണെങ്കിലും അതെ, ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ആവശ്യപ്പെട്ടുള്ള ദിയാദനം കൊടുക്കുക എന്നുള്ളതാണ്. അത് $40,000 ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. മറുവശത്ത് ഇത് ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കാൻ ഈ പണം എങ്ങോട്ട് പോയി എന്നത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രംഗത്തെത്തിയിരുന്നു. അതൊരു മറുവശത്തുണ്ട്. എന്തായാലും പ്രത്യക്ഷത്തിൽ ഇപ്പോ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ ഒരു പണം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവരിത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് യമനിൽ നിന്ന് രണ്ടുപേരാണ് ഇതിൽ എതിര് നിൽക്കുന്നത്. ആ രണ്ടുപേർ കൂടി ഈ പറയണൊക്കെ ക്ഷമാപണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നിമിഷപ്രിയക്ക് തൂക്ക് കയറി ഒഴിവാകും. പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല. ഇപ്പം യമൻ അതോറിറ്റിക്കും നിമിഷപ്രിയക്ക് ഒരു ശിക്ഷാ ഇളവ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് യമനിലെ ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന അവർക്ക് വേണ്ടി ഉള്ള ഒരു നിയമമാണ്. അപ്പം അവര് ഈ തലാലിന്റെ ബന്ധുക്കൾ പറയുന്നത് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നിമിഷയുടെ അമ്മ അവിടുത്തെ ഗോത്ര തലവനെയൊക്കെ നേരിൽ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അത്തരത്തിൽ പല നീക്കങ്ങളും ഒക്കെ നടത്തിയെങ്കിലും അവർ പറയുന്നത് ഈ പറയുന്ന തലാലിന്റെ കുടുംബത്തിലുള്ള മുഴുവനായും അവർക്ക് എപ്പോൾ മാപ്പ് നൽകുന്നോ ആ നിമിഷം വധശിക്ഷ ഒഴിവാകും, പിന്നെ ബ്ലഡ് മണി സ്വീകരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ മൃതദേഹം വികൃതമാക്കി, അപ്പോൾ തലാലിന്റെ മൃതദേഹം വെട്ടിനുറുക്കി വികൃതമാക്കിയത് കൊണ്ട് തന്നെ ഒരിക്കലും അവർ മാപ്പ് നൽകില്ല എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായി മാറുന്നത് നിമിഷപ്രിയെ സംബന്ധിച്ച്. കാരണം ഈ രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ആ രണ്ട് വ്യക്തികൾ മാപ്പ് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വധശിക്ഷയിൽ നിന്ന് ഒഴിവാകും. പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ ഇത് രണ്ട് ബന്ധുക്കൾ അല്ലെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാസികളെ വധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2 മലയാളികൾ ഉൾപ്പെടെ 3 ഇന്ത്യക്കാരെയാണ് അന്ന് UAE വധിച്ചു എന്ന് അറിയിച്ചത്. അത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരിയിലുള്ള റിനാഷ്, പിന്നെയുള്ളത് UP സ്വദേശിയായിട്ടുള്ള ഷെഹ്സാദ് എന്നുള്ള ഒരു സ്ത്രീയാണ്. കഴിഞ്ഞതിന് ശേഷമാണ് അല്ല, ഇത് 3ഉം വധശിക്ഷയ്ക്ക് ശേഷമാണ്. അതായത് ഈ 3 പേരാണ് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ബാക്കി മുഴുവനായിട്ട് ഇതുപോലെയുള്ള വിദേശികളായിട്ടുള്ള ഏകദേശം 78 ആളുകളെ പോലും ഇവര് വധിച്ചു എന്നാണ് പറയുന്നത്. അത് അവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചും മറ്റതും മറിച്ച് അതുപോലുള്ള ഒരുപാട് കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. അപ്പം ഇത് ഷെഹ്സാദിയെന്ന് പറയുന്നത് അവരവിടെ പെട്ടുപോയതാണെന്നും പറയുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞിനെ കൊന്നു എന്ന തെറ്റിനാണ് ഈ UP സ്വദേശിയായിട്ടുള്ള ഈ ഒരു സ്ത്രീയെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. പക്ഷെ ഇവര് പറയുന്ന കാര്യവും യഥാർത്ഥത്തിൽ നടന്ന കാര്യവും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇപ്പോഴും ആ ഒരു സ്ത്രീയുടെ പിതാവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഷെഹ്സാദിക്ക് തെളിവുകൾ എതിരായിരുന്നു. അവരെത്തിയിട്ട് ഏതാനും കുറച്ച് നാളുകൾ മാത്രമേ അതുള്ളൂ. ഒരുപാട് പീഡനങ്ങൾ ഈ ഇന്ത്യയിൽ നിന്ന സമയത്ത് തന്നെ നേരിട്ടിരുന്ന ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷെ ആ കുഞ്ഞിനെ നോക്കുന്നതിനിടെ അവരുടെ കയ്യബദ്ധം കൊണ്ട് കൊണ്ടാണ് കൊല ഷെഹ്സാദിയുടെ കയ്യബദ്ധമല്ല, ആ വീട്ടിലേക്ക് കൊണ്ടുവന്നവരുടെ കയ്യബദ്ധം കൊണ്ട് ആ കുഞ്ഞ് മരിക്കുന്നു. പക്ഷെ അത് ഷെഹ്സാദി ചെയ്തു എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ കുട്ടിയെ
കുട്ടിക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കാലങ്ങളായി കൊടുത്ത മരുന്നിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഈ കുട്ടിയിലെ ഈ മരണം എത്തിച്ചത്. അപ്പം തീർച്ചയായിട്ടും 2 ആഴ്ച മുമ്പ് അവിടെ എത്തിയിട്ടുള്ള ഇവരല്ല ആ ഒരു മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നത് വ്യക്തമാണെങ്കിൽ പോലും പ്രത്യക്ഷത്തില് അവരുടെ ശുശ്രൂഷയിലുള്ള സമയത്താണ് ആ കൊച്ച് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൊലപ്പെടുത്തി എന്നതിനേക്കാൾ ഉപരി കൊലപ്പെടുത്തി എന്നതല്ല, ക്ഷമിക്കണം, വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നതിനേക്കാൾ ഉപരി ഈ വധശിക്ഷ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ എംബസി പോലും തിരിച്ചറിഞ്ഞത്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ മുന്നിൽ കിടക്കുമ്പോൾ ഇപ്പൊ നിമിഷപ്രിയയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരു പേടി തന്നെയാണ്. കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വധശിക്ഷ നടപ്പിലാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. സംഭവത്തില് ഈ വധശിക്ഷ നടപ്പാക്കിയ സമയത്തൊക്കെ ഇവിടെ ഷഹസാദിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും, എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്രം ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെയാണ് അവിടെ വധശിക്ഷ നടപ്പാക്കിയത്. അപ്പൊ അത്തരത്തിൽ പെട്ടെന്നൊരു നീക്കം നടത്തുന്നു, എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ചു, വധശിക്ഷ നടപ്പിലാക്കി എന്നൊക്കെയാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതാണ് ഈ നിമിഷപ്രിയയുടെ സംഭവത്തിലാകൽ. ഇത്തരത്തിൽ ഏറ്റവും അവസാനമായി വന്ന സന്ദേശമാണോ ഇത്? നിമിഷപ്രിയക്ക് ഇപ്പോഴും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കൃത്യമായ വിവരമൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വോയിസും അതിലൊരു സത്യസന്ധതയുണ്ടോ അല്ലെങ്കിൽ അതിലൊരു കഴമ്പുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നത്. ഇനിയിപ്പം നിമിഷപ്രിയയുടെ ഉള്ളിലുള്ള ഒരു ഭയമാണോ ഈ വോയിസിലൂടെ പുറത്തു വന്നത് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഒരു വോയിസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത്തരത്തില് വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ളത് മാത്രമാണ്. ജയിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് നിമിഷപ്രിയ ആ ഒരു മരണഭയം വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബാക്കി എല്ലാവരും തന്നെ ഭയങ്കര അനുകമ്പയോടുകൂടി അല്ലെങ്കിൽ സഹതാപത്തോടു കൂടി നോക്കുകയാണ്. കാരണം മരണം മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായി തന്റെ കുഞ്ഞിനെ പോലും കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടെ വൈകാരികമായി മാറുന്നത്. ആ മകളെയെങ്കിലും, ആ അമ്മയെ ഒരു നോക്ക് ആ മകൾക്കെങ്കിലും കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നിമിഷം ഉണ്ടാകട്ടെ എന്നാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ ചെയ്ത തെറ്റിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. ആ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ആ ഇടഞ്ഞു നിൽക്കുന്ന ആ 2 വ്യക്തികൾ കൂടി ഏറ്റവും അവസാന നിമിഷമെങ്കിലും മാപ്പ് കൊടുത്ത് നിമിഷപ്രിയയ്ക്ക് ആ വധശിക്ഷ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എല്ലാ മലയാളികളും പ്രവാസികളും അടക്കം പ്രാർത്ഥിക്കുന്നത്.